ചെയ്യാനും ആ പൂരത്തിന് വെടിക്കെട്ട് പോലെ ഈ പ്രോഗ്രാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. സുഹൃത്തുക്കളെ, എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുന്ന സമയത്ത്. കാരണം മൈലേജ് ഫിൽം മാർക്കറ്റിംഗ് കമ്പനി ഇന്ന് 12ാം വർഷത്തിൽ പ്രവർത്തിക്കുന്നു. സുരേഷ് സാറിനെ കൃത്യമായി കരഘോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദരിക്കുന്നതിന് വേണ്ടി റീജിയണൽ ടീം കോർഡിനേറ്റർ സാവിത്രി മാഡത്തിനെയും നാഷണൽ ടീം കോർഡിനേറ്റർ മല്ലിക മാഡത്തിനെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. റീജിയണൽ ടീം കോർഡിനേറ്റർ സാവിത്രി മാഡം, നാഷണൽ ടീം കോർഡിനേറ്റർ മല്ലിക മാഡം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മുടെ മോസ്റ്റ് റെസ്പെക്റ്റഡ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മുടെ സലീൽ മാത്യു സാർ, അതുപോലെ നമ്മുടെ ഡയമണ്ട്സ് ലീഡേഴ്സ്, UTC ലീഡേഴ്സ്, അങ്ങനെ ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. നമ്മൾ പാലക്കാട് മിനിഞ്ഞാന്ന് വലിയൊരു പൂരം, എന്താ പറയുക, നെന്മാറ വല്ലങ്കി പൂരാണെങ്കിൽ ഇന്നിവിടെ തൃശ്ശൂർ പൂരം നടക്കാൻ പോവാം. അവിടത്തേക്കാൾ അല്ലേ മനോജ് സാർ, അവിടത്തേക്കാൾ പക്ഷെ ലീഡേഴ്സിന്റെ എണ്ണം ഇവിടെ കൂടുതലാണ്. എന്നിട്ട് തന്നെ അവിടെ നല്ല സമയം എടുത്തു. അപ്പൊ നമുക്ക് വളരെയധികം സമയം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ 2 മിനിറ്റാണ് സംസാരിക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സന്തോഷം, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഞങ്ങളിപ്പോൾ രാജേഷ് സാറും അങ്ങനെ പല ലീഡേഴ്സും ഇവിടെയൊക്കെ തൃശ്ശൂർ ആദ്യം ഒരു മീറ്റിംഗ് ഒക്കെ ആരംഭിക്കും. 5 ആള്, 10 ആള്, 20 ആള്, 30 ആള് അങ്ങനെ ആരംഭിച്ച ഒരു ബിസിനസ് ഇന്ന് 1300 ആളുകളുടെ ഈ ഒരു വലിയ വിജയം നമ്മൾ പറയുമ്പോൾ 2024 ഡിസംബർ 19 ആണ്. പക്ഷേ 2024 ഡിസംബർ 19 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, പല ആളുകളും വിചാരിക്കാൻ എന്തറിയോ, അവരെല്ലാം ഡയമണ്ട് ആയില്ലേ. ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള സുരേഷ് സാറ് മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചു. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്ന വ്യക്തി ഈ കമ്പനിയുടെ തന്നെ റീജിയണൽ മാനേജറാണ്. അപ്പൊ ഇങ്ങനെയൊന്നും കൈയടിച്ചാൽ പറ്റില്ല, വിളിക്കാൻ പറ്റും. കേരളത്തില് ഇത്രയും ശക്തമായിട്ട് ബിസിനസ് മൂവ് ചെയ്യണമെങ്കിൽ അതിനൊരു ശക്തമായ നേതൃത്വം വേണം, പിന്തുണ വേണം. ഇന്ന് കുറെ ആളുകളോട് നെക്സസിനെ കുറിച്ച് പറഞ്ഞു. എന്താ നെക്സസ്, എന്താ നെക്സസ്? പല കൺഫ്യൂഷൻ ഉണ്ടാവും പലർക്കും. നെക്സസ് എന്താണെന്നും അത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നും നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടി the great person ഇന്ന് കമ്പനിയുടെ റീജിയണൽ മാനേജർ ചലപതി സാറിനെ വളരെ ആദരപൂർവ്വം കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങൾ കഴിച്ചില്ലേ? ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ക്ഷീണമാവാം, പക്ഷെ നിങ്ങൾക്കാവാൻ പാടില്ല. സോ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ചലപതി എന്നാണ്. ഞാനൊരു തമിഴനോ തെലുങ്കിനോ ലുക്കോണോ അങ്ങനെ ആണെങ്കിലും അല്ല, മലയാളിയാണ്. എൻ്റെ അച്ഛൻ തിരുപ്പതി ബാബാന്റെ ഭയങ്കര ഭക്തനാണ്. അതുകൊണ്ട് അച്ഛൻ ഈ വെങ്കടാചലപതി കേട്ടില്ലേ?
വെങ്കിടാചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കിടം ചലിപ്പിക്കുന്നവൻ, അതായത് ലോകം ചലിപ്പിക്കുന്നവൻ. അച്ഛൻ പറഞ്ഞു നീ വെങ്കിടമൊന്നും ചലിപ്പിക്കണ്ട, നീ ഇവിടെ കിടന്ന് ചലിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ചലപതിന്ന് പേരിട്ടത്. എന്നെ ആ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരോ എന്നെ ബോബി എന്ന് വിളിച്ചു, ഏതോ സുഹൃത്തുക്കള്. ഇന്ന് എൻ്റെ അച്ഛൻ പോലും എന്നെ ബോബി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ ബോബി ചലപതി. ഞാൻ തൃശ്ശൂരുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഞാനിവിടെ കേരളമ കോളേജിലാണ് എൻ്റെ PhD പഠിച്ചത്. ഞാൻ എൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തൃപ്രയാർ എന്നാണ്. സോ ട്രിവാൻഡ്രത്ത് ജനിച്ചെങ്കിലും ഞാനൊരു 80% തൃശ്ശൂരുകാരനാണ്. റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റിയാണ് തൃശ്ശൂർ ആക്ച്വലി. കാരണം എന്നെ സംബന്ധിച്ചോളം വളരെ നൊസ്റ്റാൾജിക് ആണ് ഈ സിറ്റി. സോ ഗുഡ് ഈവനിങ് തൃശ്ശൂർ. ഗുഡ് ഈവനിങ്. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളുടെ നിയമനിർവഹണം ബന്ധപ്പെട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറുന്ന ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2016 ഐ തിങ്ക് 2016 ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു വെയർ ഹൗസും ഒരു സ്റ്റോറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഇന്ന് ഏകദേശം 3 വെയർ ഹൗസ് 30ഓളം PUC കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ഇത് 30 നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. ഇത് 100 ആക്കാനുള്ള പ്ലാനിങ്ങാണ് നമ്മളുള്ളത് ആക്ച്വലി. സോ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെയിൽസ് കൊടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സർ നമ്പർ 2 പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നെക്സസ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ സെയിൽസ് നമ്പർ 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കും, യാതൊരു സംശയവുമില്ല. എത്തില്ലേ? സെയിൽസിനെ കുറിച്ച് വാക്ക് കൊടുത്തു, പറ്റിക്കരുത്, ചതിക്കരുത്. സോ ഞാൻ സൂചിപ്പിച്ച നെക്സസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം തന്നെ നമ്മളുടെ യാതൊരു സെലിബ്രേഷൻ പ്രോഗ്രാംസും നമ്മൾ കേരളം നടത്തിയിട്ടില്ല. ആദ്യമായിട്ട് കേരളത്തിൽ പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PV അശോകൻ സാറായിരുന്നു. അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു MI ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതേ അറ്റ്ലക്സിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന 10,000 പേരെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരുമില്ല. 10,000 പേരെന്ന് പറയുന്നത് TC and above മാത്രം 10,000 പേരെ വെച്ചുകൊണ്ടുള്ള ഒരു മെഗാ സെലിബ്രേഷൻ പ്രോഗ്രാമാണ് നമ്മൾ അറ്റ്ലക്സിൽ പ്ലാൻ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ച് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് 20,000 പേര് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ വടി എടുത്തിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. സോ ഇത് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. നെക്സസ് എന്ന് പറയുന്നത് കേരളത്തിൽ സംഭവിച്ചോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടെയാണ് നമ്മളുടെ യഥാർത്ഥ കുതിപ്പ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഓരോ വർഷവും ഈ പറയുന്ന പ്രോഗ്രാം ഉണ്ടാവും. അത് 10,000 ആക്കും, 20,000 ആക്കും, 25,000 ആക്കും, 50,000 ആക്കും, 1,00,000 ആക്കും. അത് യാതൊരു സംശയവുമില്ല. കാരണം അത്രയ്ക്ക് ശക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് MI എന്ന് പറയുന്നത്. ആണോല്ലോ? ചില ഭാഗത്തു നിന്നൊക്കെ സൗണ്ട് ഉണ്ട്, ചില ഭാഗത്ത് സൗണ്ട് വരുന്നില്ല. ആണോല്ലോ? സോ തീർച്ചയായിട്ടും നെക്സസ് എന്താണെന്ന് കുറിച്ച് ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ട്, ഒരു പ്രൊമോ വീഡിയോ ഉണ്ട്. ജിത്തു, ലൈറ്റ്സ് മാഫിയ. കൈയടി പോരാ, എനിക്കൊന്ന് സ്റ്റാർട്ടിംഗ് ട്രിപ്പിളാണ്. നല്ലൊരു കൈ കൊടുത്താൽ ഈ വീഡിയോ പ്ലേ ചെയ്യാനായിരിക്കും. എല്ലാവരും കൈയടിച്ചാലേ വാതിൽ തുറക്കുള്ളൂ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. കട്ടി പോരാ, വാത് തുറക്കുന്നില്ല. ഈ വാതിൽ നിങ്ങളുടെ വിജയത്തിലുള്ള വാതിലാണ്. അപ്പോൾ അടിക്കുന്ന ഓരോ കൈയടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ശക്തിയായിട്ട് അടിക്കൂ. Yes. No.
എങ്ങനെയുണ്ട്? ഫ്രം ദ മാനേജ്മെന്റ് സൈഡ്, ഫ്രം ദ ടോപ്പ് ലീഡേഴ്സ്. അതായത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ കൂടി ആ സമയത്ത് ഈസി ആയിട്ടുണ്ടാവും. ആ പറയുന്ന ഹൈയസ്റ്റ് ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ 100 പേര്, അതായത് കേരളത്തിൽ ഉണ്ടാവുന്ന ടോപ്പ് 100 പേരെ നമ്മൾ അവിടെ സ്പെഷ്യൽ റെക്കഗ്നേഷൻ ആണ്. 10,000-കണക്കിന് ആൾക്കാരുടെ മുൻപ് വെച്ച് ടോപ്പ് മാനേജ്മെന്റ്, ടോപ്പ് ലീഡേഴ്സ് മുൻപ് വെച്ചിട്ടുള്ള റെക്കഗ്നേഷൻ. അങ്ങനെ TCക്ക് 80, TCക്ക് 100, ATCക്ക് 80 ആണെന്ന് തോന്നുന്നു. അങ്ങനെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്റ്റേജിൽ കയറാനുള്ള അവസരം, അല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാം കാഴ്ചക്കാരൻ കാണേണ്ടി വരും. നിങ്ങൾ പെർഫോം ചെയ്താൽ ആർക്കാണ് ഗുണം? എനിക്കാണോ? കമ്പനി 2,000-3,000 കോടി ടേൺ ഓവർ കമ്പനിയാണ്. നിങ്ങളുടെ ടേൺ ഓവർ കൂട്ടിയാൽ നിങ്ങളുടെ വരുമാനം കൂടില്ലേ? സോ ഇറ്റ്സ് എ ചലഞ്ച്. ഈ ചലഞ്ച് ഏറ്റെടുക്കുക. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ കൊണ്ടുവന്ന് തായ്ലൻഡ് കോൺടാസ്റ്റ് ഓണോ ഇല്ലയോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ആക്ടിവിറ്റിയും പറയുന്നത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം അത് ഫുൾഫിൽ ചെയ്യാനുള്ള നമ്മളുടെ പ്ലാറ്റ്ഫോമാണ്, നമ്മളുടെ ഒരു സപ്പോർട്ടാണ്. ഈ പറയുന്ന പ്രോഗ്രാമും ഈ ട്രിപ്പും നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങാണ്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവും. യാതൊരു സംശയവുമില്ല. ഉണ്ടോ? നമ്മൾ സക്സസ്ഫുൾ ആണ്, ഇവിടെ ലീഡേഴ്സ് എല്ലാം സക്സസ്ഫുൾ ആണ്. നിങ്ങൾ സക്സസ്ഫുൾ ആവണോ എങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആർ യു റെഡി? കാണോ നെക്സ്റ്റ് പ്രോഗ്രാമില്? എനിക്ക് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഇവിടെ തൃശ്ശൂരാണ്. തരുമോ? തരുമോ? ഓക്കെ, എല്ലാവർക്കും നന്ദി. ജയ് മൈലേഷ്, ജയ്. താങ്ക് യു. കോർഡിനേറ്റർ KV മധു സാറിനെയും കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ R ശശികുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരാ? സലീൽ മധു സാറിനെ വളരെ ആദരപൂർവ്വം എല്ലാവരുടെയും എഴുന്നേറ്റ് നിന്ന് നല്ല Thank you leaders, thank you achievers. വിട്ടുപണിക്കരുത്. നെക്സസ് സ്റ്റേജ് വേണം. വന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം സോണൽ ടീം കോർഡിനേറ്റേഴ്സ് ഇഷ്ടംമാതിരി ചാൻസ് എടുക്കുന്നുണ്ട്. നല്ലോണം പണിയെടുത്താൽ മതി. അപ്പൊ ആരായിരിക്കും ആ ഭാഗ്യവാൻ? തൃശ്ശൂർ ഏരിയ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന വിളിക്കട്ടെ, ഞാനൊന്ന് വിളിക്കട്ടെ. മുസ്തഫ അബു വാരിയാട്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കും അദ്ദേഹത്തിന്. ഒരാളാണെങ്കിൽ കയ്യടി വെക്കണ്ട.
ഇദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നാഷണൽ ടീം കോർഡിനേറ്റർ ബാലസുബ്രഹ്മണ്യം സാറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാഷണൽ ടീം കോർഡിനേറ്റർ ബാലസുബ്രഹ്മണ്യം. നാഷണൽ ടീം കോർഡിനേറ്റർ രാജവേളത്തിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിനോദ് സാറിനെയും കോർഡിനേറ്റർ ജെനിക് സാറിനെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. വിനോദ് സാർ, ജെനിക് സാർ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് എടുക്കാം. ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ രാജേഷ് കോളനാടി സാറിനെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. മുന്നൂറ്റി 28 ITCകളുണ്ട്, 50ഓളം WTCകളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? കുറേ ആൾക്കാർ വിചാരിക്കും ഞാനിവിടെ വന്നിട്ട് തെറ്റ് ചെയ്തോ, വലിയൊരു കമ്പനിയാണല്ലോ. നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ ബിസിനസ്സിന് തുടക്കമാണ്. കാരണം ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് ആ കാലഘട്ടം ഞാൻ ആലോചിക്കുമ്പോൾ, ഞാനും പ്രവീൺ സാറും കൈലാസ് ഞങ്ങൾ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്ന സാറേ ഈ ബിസിനസ് വലുതാകുമോ എന്ന് ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പോൾ പ്രവീൺ സാറിനോട് പൊട്ട നീ എന്തീ പറഞ്ഞു. ഈ ബിസിനസ് തുടങ്ങിയ ആ തലയിൽ വന്ന ആ സ്വപ്നം വന്ന ആ വ്യക്തി പ്രവീൺ സാർ വന്ന് നിങ്ങൾ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ കാണാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ഓരോരുത്തരും അവരുടെ കൂടെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളാണ്. ഞാൻ കുറേ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ കാലത്ത് ചെന്നൈയിലായിരുന്നു പോസ്റ്റഡ്. ഞാൻ ഇന്ത്യയുടെ വേറെ ഭാഗങ്ങൾ ചെയ്ത് അവസാനം ഭാര്യ പറഞ്ഞു ഒന്നുമല്ല കമ്പനിയെ പിടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ എന്നെ വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഇപ്പോൾ ബോംബെയിലാണ് സെറ്റിൽഡ്. കേരളം ഞാൻ നേരത്തെ അവിടെയും സൂചിപ്പിച്ചു, ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരളം കുറേ കാര്യങ്ങൾ ഇന്ത്യക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് വനിതാ സ്ട്രെങ്ത്,
വുമൻ എംപവർമെന്റ്. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയാറുണ്ട്, ഒരു 100 അച്ചീവർ സ്റ്റേജിൽ നിന്നാൽ 95 സ്ത്രീകളും ബാക്കി ബുക്കിൽ 2-5 പുരുഷന്മാരും കാണുന്നത്. അത് സത്യമാണ്. ഇത് പറഞ്ഞ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും വുമൻ എംപവർമെന്റ് അങ്ങ് കൂടിപ്പോയി. അപ്പോൾ ഇന്ത്യയുടെ മിക്ക ലേഡീസിനെയും വനിതകളെയും പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളൊക്കെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളാണ്. എൻ്റെ പേഴ്സണലായിട്ട് കുറേ ഡ്രീംസ് ഉണ്ട്. അതിൽ ഒരു 10-15 ITCകളും 5-6 WTCകളും പെണ്ണുങ്ങളായി വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പറയാൻ പറ്റും റിയൽ വുമൻ എംപവർമെൻ്റ് ആണ്. സ്ത്രീകൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കല്യാണം കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ് വിടും. കല്യാണം കഴിച്ചിട്ട് ചിലപ്പോൾ കുട്ടി ഉണ്ടായി ചിലപ്പോൾ ബിസിനസ് വിടും. ഹലോ, മക്കൾ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ബിസിനസ് സ്ലോ ആവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ലേഡീസിനുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ വലിയൊരു മാർഗദർശനമായിട്ട് മാറാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടി എനിക്കുണ്ട്. കാരണം വനിതകൾക്ക് ദൈവം ഒരു സ്പെഷ്യൽ ഗുണം തന്നിട്ടുണ്ട്. അതറിയുമെന്ന് എനിക്കറിയില്ല. സൈക്കോളജിക്കൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും കാര്യത്തിനോട് സ്നേഹം വരണമെങ്കിൽ, ഹലോ, ഒരു സ്നേഹം വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 ദിവസം 20 ദിവസം പിടിക്കും. ഹലോ, പുരുഷന്മാർക്ക് തല തിരിച്ച അവർക്ക് 8 സെക്കൻഡ് മതി. എൻ്റെ മോൻ